ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്പേസിലെ പ്ലെയിൻസിൻ്റെ ഇക്വേഷനാണ്. നമ്മൾ ഒരു പ്ലെയിൻ ഉണ്ട് എന്ന് കരുതുക. സ്പേസിലൊരു പ്ലെയിനാണ് ഞാനിപ്പോൾ വരച്ച ഈ പ്ലെയിൻ എന്ന് കരുതുക. ഓക്കെ, ഈ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്ലെയിനിലെ പോയിൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനാണ്. നമ്മളൊരു പോയിൻ്റ് ആർബിട്രറി ആയി ഈ പ്ലെയിനിന് ചൂസ് ചെയ്യുകയാണെങ്കിൽ XYZ എന്നുള്ള പോയിൻ്റ് ഞാൻ ഈ പ്ലെയിനിന് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ ആ XYZ എന്നുള്ള ഈ കോർഡിനേറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇക്വേഷനെയാണ് നമ്മൾ പ്ലെയിനിൻ്റെ ഇക്വേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്, നമുക്ക് ഒരു പ്ലെയിൻ തന്നിട്ടുണ്ട്. പ്ലെയിനിലെ ഒരു പോയിൻ്റ്, ഒരു ഫിക്സ്ഡ് പോയിൻ്റ് X0, Y0, Z0 എന്നുള്ള പോയിൻ്റ്, അതായത് P0 എന്നുള്ള ഒരു പോയിൻ്റ് തന്നിട്ടുണ്ട്. ഈ പ്ലെയിനിലെ ഓരോ വെക്റ്റേഴ്സിനും ഓരോ വെക്റ്റേഴ്സിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറും, അതായത് ഒരു നോർമൽ വെക്ടർ എന്നും തന്നിട്ടുണ്ട്. എന്നിൻ്റെ കോർഡിനേറ്റ്സ് ആണ് ABC. ഓക്കെ, വെക്ടർ ABC, അതായത് AI + PJ + CK. അങ്ങനെയാണെങ്കിൽ XYZ എന്നുള്ള ഒരു പോയിന്റ് ഞാൻ ഈ പ്ലെയിനിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആ XYZ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനാണ് എന്ത്? A × X - X0 + B × Y - Y0 + C × Z - Z0 = 0. അതെങ്ങനെയാണ് വരുന്നത് നോക്ക്. നമ്മൾക്ക് ഒരു പോയിന്റ്, പ്ലെയിനിൽ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഇതാണ് ആ പോയിന്റ് എന്ന് കരുതുക. പ്ലെയിനിൽ ഒരു ആർബിട്രറി പോയിന്റ് ഞാൻ ചൂസ് ചെയ്താൽ ഈ പോയിന്റിൽ നിന്ന്, അതായത് P0 എന്നുള്ള പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള വെക്ടർ കൺസിഡർ ചെയ്യുക. ഈ വെക്ടറും ഈ നോർമൽ വെക്ടറും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ വെക്ടർ എന്താ വരിക? അതായത് P0 എന്നുള്ള പോയിന്റും പോയിന്റ് XYZ എന്നുള്ള പോയിന്റും ജോയിൻ ചെയ്യുന്ന ഈ വെക്ടർ എന്താ വരിക? X - X0 I + Y - Y0 J + Z - Z0 K. ഈ വെക്ടറിന്, പ്ലെയിനിൻ്റെ നോർമൽ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ആ രണ്ട് വെക്ടറും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ 0 വരും. അതാണ് ഇവിടെ എഴുതിയത്. ആ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് A × X - X0 + B × Y - Y0 + C × Z - Z0 = 0. അപ്പോൾ ഒരു സ്പേസിലെ ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാമെന്ന് ഞാൻ പറഞ്ഞു. എന്തൊക്കെ ഇൻഫർമേഷൻ വേണം? ആ പ്ലെയിൻ പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പ്ലെയിനിലെ ഒരു പോയിന്റ് വേണം. ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറും നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. അതായത് ആ പ്ലെയിനിലെ പോയിന്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് വേണ്ടത് പ്ലെയിനിലെ ഒരു പോയിന്റും പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറുമാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് an equation of the plane containing the point P0 3 - 3 2 and having a normal vector n = 4 2 3. ഡയറക്റ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. പ്ലെയിൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. അതിന് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ വെക്ടറും തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ കൊടുക്കാനേ ഉള്ളൂ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ X0 Y0 Z0 എന്തായിരിക്കും? 3 - 3 2. നോർമൽ വെക്ടർ 4 2 3. അപ്പോൾ ആർബിട്രറി ആയിട്ടൊരു XYZ എന്നുള്ളൊരു പോയിന്റ് നമ്മൾ പ്ലെയിനിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? ആ പ്ലെയിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ A × X - X0 + B × Y - Z0 + C × Z - Z0. എയും ബിയും സിയും X0 Y0 Z0 നമുക്ക് ഈ ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. X0 3 Y0 - 3 Z0 2 A 4 B 2 C 3. ഇപ്പോൾ അത് ഇക്വേഷനിൽ കൊടുക്കുക. ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് വരും? 4 × X - 3 + 2 × Y + 3 + 3 × Z - 2 = 0. ആണെങ്കിൽ ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ചെയ്യാം. അതായത് ബ്രാക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് കൊടുക്കുക. കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ആൻ ഇക്വേഷൻ ഓഫ് ദി പ്ലെയിൻ കണ്ടെയ്നിങ് ദി പോയിന്റ് 3 P 3 - 1 1 Q 1 2 1 4 2 R 0 1 4. ഈ 3 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന
അല്ലെങ്കിൽ ഈ 3 പോയിന്റിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടെത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വേണ്ടത് പ്ലെയിന് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ്, നമുക്ക് 3 പോയിന്റ് തന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പോയിന്റിനെ ചൂസ് ചെയ്യുക. ഇനി വേണ്ടത് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കിട്ടണം. ഓക്കെ, അപ്പോൾ അതിന് ഈ തന്നിട്ടുള്ള ഇൻഫോർമേഷൻ ഉപയോഗിക്കുക. എങ്ങനെ ഉപയോഗിക്കാം? നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, PQ R, ഈ പോയിൻ്റാണ് PQ, ഈ പോയിൻ്റാണ് P, ഈ പോയിൻ്റ് P, ഈ പോയിൻ്റ് Q, ഈ പോയിൻ്റ് R ആണെങ്കിൽ നമുക്ക് ആ പ്ലെയിനിലുള്ള 2 വെക്റ്റേഴ്സ് നമുക്ക് എഴുതാം. ഏത്? Pന്ന് Qയിലേക്കുള്ള ഈ വെക്ടർ, പിന്നെ Pന്ന് Rലേക്കുള്ള ഈ വെക്ടർ നമുക്ക് കാണാം. പിന്നെ ഓക്കെ, ഈ 2 വെക്ടർ കിട്ടിയാൽ ഈ 2 വെക്ടറും നമ്മളുടെ പ്ലെയിനിലെ വെക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 2 വെക്ടറിൻ്റെ നോർമലായിട്ട് ഒരു വെക്ടർ നമുക്ക് എങ്ങനെ എടുക്കാം? ഈ 2 വെക്ടറിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പോൾ ആ 2 വെക്ടറും ഈ 2 വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ 2 വെക്ടറും നമ്മളുടെ പ്ലെയിനിലുള്ള വെക്ടറാണ്. അപ്പോൾ ഈ 2 വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ ഈ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അതായത് PQ ക്രോസ് PR എന്തായിരിക്കും? നമ്മളുടെ ഈ PQ എന്നുള്ള വെക്ടറിനും PR എന്നുള്ള വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ PQയും PRും പ്ലെയിനിലെ വെക്ടറാണ്. അതുകൊണ്ട് തന്നെ അത് ആ പ്ലെയിനും PQ ക്രോസ് PR പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് വേണം? PQ ക്രോസ് PR കണ്ടെത്തണം. PQ ക്രോസ് PR കണ്ടെത്തണമെങ്കിൽ ആദ്യം PQ എന്താണ്, വെക്ടർ PQ എന്താണ്, വെക്ടർ PR എന്താണെന്ന് കണ്ടെത്തണം. ഓക്കെ, വെക്ടർ PQ എന്തായിരിക്കും? Pന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് Qയിൽ അവസാനിക്കുന്ന വെക്ടർ, ആ ഡയറക്ഷനിലുള്ള വെക്ടർ അതെന്തായിരിക്കും? 1 - 3 2 -2 I പ്ലസ് 4 -1 അതെന്തായിരിക്കും? 4 + 1 5J പ്ലസ് 2 - 1K അതായത് 1K, അതായത് വെക്ടർ -2 5 1. ഇതേപോലെ PR എന്നുള്ള വെക്ടറും നമുക്ക് കണ്ടെത്താം. അത് നിങ്ങൾ ചെയ്തു നോക്കാം. Pന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് Rൽ അവസാനിക്കുന്ന വെക്ടർ, അതായത് 0 - 3I പ്ലസ് 1 - 1 -1J പ്ലസ് 4 - 1K. ഓക്കെ, അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ വെക്ടർ -3 2 3 എന്ന് കിട്ടും. ഓക്കെ, ഈ 2 വെക്ടേഴ്സിനെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കണം. ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കും, അത് ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്ത് എഴുതാൽ മതി? വെക്ടർ ഡിറ്റർമിനൻ്റ് ഓഫ് IJK, പിന്നെ PQ എന്നുള്ള വെക്ടറിൻ്റെ കമ്പോണൻസ് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. PR എന്നുള്ള വെക്ടറിൻ്റെ കമ്പോണൻസ് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് ഈ ഡിറ്റർമിനൻ്റ് കാണാം. ഡിറ്റർമിനൻ്റ് കാണുമ്പോൾ I × 5 × 3 15 -2 × 1 2, അതായത് I × 15 - 2. ഇതേപോലെ -J × ഡിറ്റർമിനൻ്റ് കാണാൻ നിങ്ങൾക്ക് അറിയായിരിക്കും. -J × -6 + 3 + K × -4 + 50. സിംപ്ലിഫൈ ചെയ്താൽ 13I + 3J + 11K എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വെക്ടർ എന്തിനായിരിക്കും? PQക്കും PRനും പെർപെൻഡിക്കുലർ ആയിരിക്കും. PQയും PRും നമ്മുടെ പ്ലെയിനിൻ്റെ അകത്തുള്ള പ്ലെയിനിലെ വെക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ PQ ക്രോസ് PR എന്തിനും പെർപെൻഡിക്കുലർ ആയിരിക്കും? നമ്മളുടെ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ നമുക്ക് N എന്നുള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ കിട്ടിയിട്ടുണ്ട്. പ്ലെയിനിലെ ഒരു പോയിന്റ്, ഈ 3 പോയിന്റിൽ ഏത് പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഇവിടെ ചൂസ് ചെയ്യുന്നത് P എന്നുള്ള പോയിന്റാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലെയിൻ്റെ ഇക്വേഷൻ എഴുതാം. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, നോർമൽ വെക്ടറും പ്ലെയിനിലെ ഒരു പോയിന്റും കിട്ടിയാൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് പ്ലെയിനിലുള്ള ഒരു പോയിന്റും ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടറും വേണം. ഓക്കെ, അതെങ്ങനെ കണ്ടെത്താൻ നോക്കുക. പിന്നെ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്ലെയിൻ്റെ ഇക്വേഷൻ എഴുതാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Find an equation of the plane containing P 2 - 1 3 and parallel to the plane defined by 2x - 3y plus 4z = 6. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? നമുക്ക് ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷനാണ് കാണേണ്ടത്. ആ പ്ലെയിന് P എന്നുള്ള പോയിന്റ് 2 - 1 3 എന്നുള്ള പോയിന്റിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. വേറൊരു പ്ലെയിന് പാരലലാണ്. ഓക്കെ, അതായത് 2x - 3y plus 4z = 6 എന്നുള്ള പ്ലെയിനിന് പാരലലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നോക്കിയാൽ നമുക്ക് തന്നിട്ടുള്ള ഒരു പ്ലെയിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ പ്ലെയിനിന്
പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ അവിടെ നിന്ന് എഴുതാം. എന്ത് എഴുതാൻ മതി? എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോയിഫിഷ്യൻസ് എന്താണോ അതായിരിക്കും നമ്മളുടെ ആ പ്ലെയിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ വരിക. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഈ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നോർമലായിട്ട് വരുന്ന നോർമൽ വെക്ടർ എന്തായിരിക്കും? 2i - 3j + 4k, അതായത് വെക്ടർ 2 - 3 4. ഓക്കെ, അപ്പോൾ ഈ നമുക്ക് കണ്ടെത്താനുള്ള പ്ലെയിന് നമുക്ക് തന്നിട്ടുള്ള പ്ലെയിനിന് പാരലൽ ആയതുകൊണ്ട് ഈ നോർമൽ വെക്ടർ നമ്മൾക്ക് കണ്ടെത്താൻ ഇക്വേഷൻ കണ്ടെത്താനുള്ള പ്ലെയിനും എന്തായിരിക്കും? നോർമൽ തന്നെ ആയിരിക്കും. കാരണം രണ്ട് പ്ലെയിനും എന്താണ്? പാരലലാണ്. ഈ നമ്മളുടെ രണ്ടാമത്തെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ നമ്മളുടെ ആദ്യത്തെ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ കാരണമാണ് പറഞ്ഞത് രണ്ട് പ്ലെയിൻസും എന്താണ്? പാരലലാണ്. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. നമുക്ക് ഇക്വേഷൻ കണ്ടെത്താനുള്ള പ്ലെയിനിൻ്റെ ഉള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രണ്ട് ഇൻഫോർമേഷൻ ഉപയോഗിച്ചിട്ട് പ്ലെയിൻ്റെ ഇക്വേഷൻ എഴുതാം. 2 × x - 2 - 3 × y + 1 + 4 × z - 3 = 0. സിംപ്ലിഫൈ ചെയ്താൽ 2x - 3y + 4z = 19. ഓക്കെ, ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ടു പ്ലെയിൻസ് ഡിഫൈൻഡ് ബൈ 3x - y + 2z = 1 and 2x + 3y - 4z - z = 4. -4z അല്ല, -z = 4. ഓക്കെ, രണ്ട് പ്ലെയിൻസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ആ രണ്ട് പ്ലെയിൻസിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പ്ലെയിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന രണ്ട് വെക്ടേഴ്സിന് എഴുതാം. എന്ത് എഴുതാം? അത് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോർഡിനേറ്റ്സ് നോക്കുക. ആ കോർഡിനേറ്റ്സ് വരുന്ന വെക്ടറായിരിക്കും ആ പ്ലെയിനിൻ്റെ നോർമൽ വെക്ടറായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഈ പ്ലെയിന് നോർമലായിട്ട് വരും എന്തായിരിക്കും? ഈ പ്ലെയിൻ്റെ നോർമൽ വെക്ടർ 3i - j + 2k, അതായത് 3 - 1 2 എന്നുള്ള വെക്ടർ. അതേപോലെ ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ എന്ന് പറയുമ്പോൾ 2 3 - 1. ഓക്കെ, എക്സിൻ്റെ കോർഡിനേറ്റ്, വൈൻ്റെ കോർഡിനേറ്റ്, സെഡിൻ്റെ കോർഡിനേറ്റ്, അതായത് 2i + 3j - k എന്നുള്ള വെക്ടർ. അപ്പോൾ ഈ രണ്ട് പ്ലെയിനും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വെക്ടേഴ്സും തമ്മിലുള്ള ആംഗിൾ ആയിരിക്കും. രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ നമ്മൾ ഇങ്ങനെ കാണാം. എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ θ = cos inverse of a dot b divided by magnitude of a into magnitude of b, അല്ലെങ്കിൽ നോം a into നോം b. ഓക്കെ, അതാണ് വരിക. അപ്പോൾ ഈ കേസിൽ നമ്മളുടെ റിക്വയർഡ് ആംഗിൾ എന്തായിരിക്കും? θ = ആംഗിൾ ബിറ്റ്വീൻ n1 ആൻഡ് n2, അതായത് cos inverse of n1.n2 divided by modulus of n1 into modulus of n2. ഓക്കെ, n1.n2 എന്താ വരിക? ഈ രണ്ട് വെക്ടേഴ്സും തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക, സ്കെലാർ പ്രോഡക്റ്റ്, ഡോട്ട് പ്രോഡക്റ്റ് എന്താ വരിക? 3 × 2 + -1 × 3 + 2 × -1, അതായത് 6 - 3 - 2 വരും, അതായത് 1. അതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് n1 അല്ലെങ്കിൽ നോം ഓഫ് n1 എന്താ വരിക? √, ഈ വെക്ടറിൻ്റെ കമ്പോണൻസിൻ്റെ സ്ക്വയേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക. 3² + -1² + 2², അതായത് 9 + 1 + 4, അതായത് √14 വരും. അതേപോലെ തന്നെ n2ൻ്റെ നോം എന്ന് പറയുമ്പോൾ √14 വരും. അപ്പോൾ നമ്മളുടെ ആംഗിൾ എന്തായിരിക്കും വരിക? θ = cos inverse of 1/√14 into √14, which will be equal to cos inverse of 1/14. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ കൊടുത്താൽ 85.903 എന്നുള്ള രൂപത്തിൽ വരും. നിങ്ങൾക്ക് എക്സാമിന് ഇത്ര വരെ എഴുതിയാലും മാർക്ക് കിട്ടും. ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കും. Find the parametric equation for the line
line of intersection of the plane defined by 3x minus y plus 2z is equal to 1 and 2x plus 3y minus z is equal to 4. നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞത്. ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാമെന്ന് നോക്കാം. ലൈനിൻ്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ ലൈന് പാസ് ചെയ്യുന്ന ഒരു പോയിൻ്റ് വേണം, പിന്നെ ലൈനിന് പാരലലായിട്ടുള്ള ഒരു വെക്ടറും വേണം. ഓക്കെ, അപ്പോൾ നോക്കാം. അപ്പോൾ ലൈനിന് പാരലായിട്ട് വരുന്ന വെക്ടർ കാണണമെങ്കിൽ ഈ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ നമുക്ക് ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കണ്ടെത്താം, ഈ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ നമുക്ക് കണ്ടെത്താം. n1ഉം n2ഉം അതിൻ്റെ ഇക്വേഷനിൽ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോർഡിനേറ്റ്സ് നോക്കിയാൽ മതി. അപ്പോൾ n1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്ലെയിന് 3x മൈനസ് വൈ പ്ലസ് 2z എന്നുള്ള ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിൻ്റെ ഒരു നോർമൽ വെക്ടറായിട്ട് നമുക്ക് എന്ത് പറയാം, n1നെ എഴുതാം. n1 എന്തായിരിക്കും, വെക്ടർ 3 മൈനസ് 1 2. അതേപോലെ n2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്ലെയിൻ്റെ 2x പ്ലസ് 3y മൈനസ് z ഇസ് ഇക്വൽ ടു 4 എന്നുള്ള പ്ലെയിൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു വെക്ടർ എന്ന് പറഞ്ഞാൽ n2 എന്ന് എടുക്കുക. n2 എന്തായിരിക്കും 2 3 മൈനസ് 1 എന്നായിരിക്കും. ഈ n1ഉം n2ഉം എന്തിന് പെർപെൻഡിക്കുലർ ആണ്, നമ്മളുടെ ഫസ്റ്റ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്, സെക്കൻഡ് പ്ലെയിനും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ഈ രണ്ട് പ്ലെയിൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈനും എന്ത് പെർപെൻഡിക്കുലർ ആയിരിക്കും, ഈ രണ്ട് നോർമൽ വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലേ. കാരണം എന്താ, ഈ ലൈന് രണ്ട് പ്ലെയിനിലും ഉള്ള പോർഷനാണ്. അപ്പോൾ n1 ഈ പ്ലെയിനും പെർപെൻഡിക്കുലർ ആണ്, അപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോർഷൻ, ആ ലൈന്, ഈ രണ്ട് പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ ലൈന് ഈ പ്ലെയിനിലും ഉണ്ടാവും, ഈ പ്ലെയിനും ഉണ്ടാവും. ഓക്കെ, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് n1, അപ്പോൾ n1 നമ്മുടെ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ് n2, അതുകൊണ്ട് തന്നെ n2 എന്നുള്ള വെക്ടർ നമ്മുടെ ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. കാരണം നമ്മളുടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കിട്ടുന്ന ലൈന് രണ്ട് പ്ലെയിനിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ലൈന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ കണ്ടെത്തണമെങ്കിൽ എന്ത് മതി, n1നും n2നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ കണ്ടെത്തിയാൽ മതി. n1നും n2നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ എന്തിന് പാരലലായിരിക്കും, നമ്മളുടെ ലൈന് പാരലലായിരിക്കും. കാരണം നമ്മളുടെ ലൈന് n1നും n2നും പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പോൾ n1നും n2നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈന് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, n1നും n2നും ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ മതി. അതായത് n1 ക്രോസ് n2 കണ്ടെത്തിയാൽ മതി. അപ്പോൾ n1 ക്രോസ് n2 കണ്ടെത്തുക, v എന്നുള്ള വെക്ടറായിട്ട് എന്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, n1 ക്രോസ് n2. n1 ക്രോസ് n2 എങ്ങനെ കണ്ടെത്തുക, ഡിറ്റർമിനൻ്റ് ഓഫ് i j k n1ൻ്റെ കമ്പോണൻസ് എഴുതുക, 3 മൈനസ് 1 2. അതേപോലെ തന്നെ തേർഡ് റോയിൽ n2ൻ്റെ കമ്പോണൻസ് എഴുതി കൊടുക്കുക, 2 3 മൈനസ് 1. സിംപ്ലിഫൈ ചെയ്താൽ എന്ത് വരും, 5y പ്ലസ് 7j പ്ലസ് 11k. സിംപ്ലിഫൈ ചെയ്തൊക്കെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എങ്ങനെ വന്നത്, ജസ്റ്റ് ഡിറ്റർമിനൻ്റ് കണ്ടാൽ മതി. ഇനി നമുക്ക് എന്ത് വേണം, അപ്പോൾ നമ്മുടെ ലൈനിന് പാരലലായിട്ടുള്ള ഒരു വെക്ടർ കിട്ടി, v കിട്ടി, n1 ക്രോസ് n2. ഇനി ലൈനിലുള്ള ഒരു പോയിന്റ് കണ്ടെത്തണം. ലൈനിലുള്ള ഒരു പോയിന്റ് കണ്ടെത്തണമെങ്കിൽ എന്ത് മതി, ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് മതി. ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമ്മളുടെ ലൈൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പോയിന്റ് നമുക്ക് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മൾ ഒരു പോയിന്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്തിനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക, z-നെ 0 ആയിട്ട് ഫിക്സ് ചെയ്യുക. ഓക്കെ, z-നെ 0 ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് x-നും y-നും സോൾവ് ചെയ്തെടുത്താൽ നമുക്ക് ആ ലൈനിലുള്ള ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, അതാണ് ചെയ്യുന്നത്. അപ്പോൾ നോക്ക്, പുട്ട് z ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മളുടെ z കോർഡിനേറ്റിന്, നമ്മളുടെ പോയിന്റിലുള്ള z കോർഡിനേറ്റ് എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. അപ്പോൾ ഇനി കറസ്പോണ്ടിങ് ആയിട്ട് x-നും y-നും കണ്ടെത്തുക. അപ്പോൾ നമ്മളുടെ പ്ലെയിൻ്റെ രണ്ട് ഇക്വേഷൻ എങ്ങനെ റെഡ്യൂസ് ചെയ്യും, 3x മൈനസ് y ഇസ് ഈക്വൽ ടു 1, 2x പ്ലസ് 3y ഈക്വൽ ടു 4. അപ്പോൾ രണ്ട് ഇക്വേഷനെയും സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇക്വേഷൻ 1നെ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ, അതായത് നമ്മൾ ചെയ്യുന്നത് വൈൻ്റെ കമ്പോണൻസ്, വൈൻ്റെ കോയിഫിഷ്യൻറ്റ് ഇക്വേഷൻ 2ലും ഇക്വേഷൻ 3ലും സെയിം ആയിട്ട് കൊടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനാണ്. ഓക്കെ, ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക,
സെയിം സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ ഇവിടെ വൈൻ്റെ കോയിഫിഷ്യൻറ്റ് 3 ആണ്, ഇവിടെ -1 ആണ്. അപ്പോൾ ഇവിടെ -3 വരുത്തണമെങ്കിൽ ഇക്വേഷന് ത്രൂ ഔട്ട് 3 ഒടിച്ചിട്ട് മൾട്ടിപ്ലൈ ആവുക. അതായത് ഇക്വേഷൻ 1നെ 3 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 9x - 3y = 3 എന്ന് കിട്ടും. അപ്പോൾ അതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 2ഉം ആഡ് ചെയ്താൽ നമുക്ക് y 0 ആയിട്ട് പോകും. കാരണം ഇക്വേഷൻ നമ്പർ 2ൽ വൈൻ്റെ കോയിഫിഷ്യൻറ്റ് 3 ആണ്, ഇക്വേഷൻ നമ്പർ 2ൽ -3, 3ൽ -3 ആണ്. അപ്പോൾ ആഡ് ചെയ്താൽ വൈൻ്റെ കമ്പോണൻറ്റ് ഒഴിവായി പോകും, y ഒഴിവായിട്ട് പോകും, വൈൻ്റെ കോയിഫിഷ്യൻറ്റ് 0 ആയിട്ട് വരും. അപ്പോൾ 3 + 2 ചെയ്താൽ 11x + 7 എന്നുള്ള രൂപത്തിൽ കിട്ടും. അതായത് x = 7/11 എന്ന് കിട്ടും. x = 7/11 ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവസാനം y = 10/3 എന്ന് കിട്ടും. അപ്പോൾ നമ്മളുടെ ലൈനിലുള്ള ഒരു പോയിന്റ് നമുക്ക് കിട്ടി. എന്താണ്? z നമ്മൾ ആദ്യം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. z = 0, x = 7/3, y = 7/11, y = 10/11. ഇപ്പോൾ നമ്മളുടെ ലൈനിലുള്ള ഒരു പോയിന്റ് കിട്ടി. പോയിൻ്റാണിത്. ലൈനിൻ്റെ പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ അതും കിട്ടി. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാം. ലൈനിൻ്റെ ഇക്വേഷൻ എന്താ വരിക? x - x0 / a = y - y0 / y - y0 divided by b = z - z0 / c. ഓക്കെ, ഇവിടെ a എന്തായിരിക്കും? a - y, b 7, c 11. ഓക്കെ, x0 7/11, y0 10/11, z0 0. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവസാനം നമ്മളുടെ ലൈനിൻ്റെ ഇക്വേഷൻ ആവും. അപ്പോൾ അത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫൈനൽ ആൻസർ നോട്ട്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ചെറിയൊരു ഇക്വേഷൻ മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ഒരു പോയിൻറ്റും ഒരു പ്ലെയിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ കയ്യിലൊരു പ്ലെയിൻ ഉണ്ട് എന്ന് കരുത്. ആ പ്ലെയിനിലെ പ്ലെയിൻ നമ്മൾ എടുക്കുന്ന പോയിന്റ് ആ പ്ലെയിനിലെ പോയിന്റ് തന്നെയാണെങ്കിൽ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി പ്ലെയിനിൻ്റെ പുറത്തുള്ള ഒരു പോയിന്റ് ആണെങ്കിൽ ഈ പ്ലെയിനുമായിട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിനെയാണ് അതായത് പ്ലെയിനും നമ്മളുടെ പ്ലെയിനിലൊരു പോയിന്റും നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അത് കാണാനുള്ള ഇക്വേഷനാണ് നമുക്ക് പറയാനുള്ളത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് P1, അതിൻ്റെ കമ്പോണൻസ് x1, y1, z1 ആൻഡ് എ പ്ലെയിൻ ax + by + cz = d is given by d is equal to modulus of ax1 + by1 + cz1 minus d divided by square root of a square plus b square plus c square. ഇതാണ് ഡിസ്റ്റൻസ് വരിക. ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അതിൽ എയും ബിയും സിയും എന്താണെന്ന് മനസ്സിലാക്കുക. എയും ബിയും സിയും എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലെയിൻ്റെ ഇക്വേഷനിലുള്ള എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കമ്പോണൻസ് ആണ്. x1ഉം y1ഉം z1 എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഡിസ്റ്റൻസ് കാണേണ്ട പോയിൻറ്റിൻ്റെ കമ്പോണൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം ആണ് അടുത്തത്. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പോയിന്റ് -2, 1, 3 ആൻഡ് ദി പ്ലെയിൻ 2x - 3y + z = 1. ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ കൊടുക്കുക. d = modulus of ax1 + by1 + cz1 minus d. a എന്താണ്? a2, b -3, c 1, do -1. d എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ റൈറ്റ് സൈഡിലുള്ള ഈ നമ്പർ. ഓക്കെ, എ പിന്നെ xy x1 -2, y1 1, z1 3. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് വരും? മോഡുലസ് ഓഫ് 2 × -2 പ്ലസ് -3 × 1 പ്ലസ് 1 × 3 minus 1 divided by square root of 2 square plus 2 square plus
-3 സ്ക്വയർ +1. അവിടെ ഓർഡർ ഒന്ന് എഴുതിയ ഓർഡർ ഒന്ന് മാറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 14 വരും. അതായത് മുകളിൽ എന്താ വരിക, മോഡുലസ് ഓഫ് -4 -3 +3 -4. അത് സിംപ്ലിഫൈ ചെയ്താൽ -3യും +3യും ക്യാൻസൽ ആവും. -4 -1 -5, അതിൻ്റെ മോഡുലസ് 5 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 14 വരും. ഇതായിരിക്കും റിക്വയർഡ് ആൻസർ. ഓക്കെ, ഇത്രയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.